രണ്ടാമത് കാന്തപുരം വെട്ടില് വീഴാണെങ്കിൽ വീഴേണ്ട സമയം കഴിഞ്ഞു. എപ്പോഴായിരുന്നു? ചേകനൂർ കേസ്. സുബ്ഹാനല്ലാഹ്. ആ കേസ് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും കണ്ണു തുറന്ന കേസാ. ഒരുപാട് ഉമ്മമാര് നോമ്പ് നേർച്ചയാക്കി. അതേപോലെ തന്നെ പലരും വിഷമിച്ചു. ഞാൻ തന്നെ വെട്ടിച്ചിറന്ന് ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ കാര്യം വലിയ അബദ്ധാണല്ലോ. ഉടനെ ഉസ്താദ് പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? എന്റെ കാര്യമൊക്കെ ഞാൻ റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ പറച്ചില്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്കാർക്കും തരാത്തൊരു നിഅമത്ത് അല്ലാഹു എനിക്ക് തന്നേന്. എന്താ ഉസ്താദ് പറയാ? ലോകം മുഴുവനും എനിക്കെതിരായാലും അത് നേരിടാനുള്ള തകരാത്തൊരു മനക്കരുത്ത്, ഒരു ഹിമ്മത്ത് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പരിശോധിച്ചിട്ട് ചെസ്റ്റിന് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒന്നുകൊണ്ട് പേടിക്കണ്ട, 40 കൊല്ലത്തെ ഗ്യാരണ്ടി ഞാൻ തന്നിട്ടുണ്ട്. അത് ഡോക്ടർ ഗ്യാരണ്ടിയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഹിമ്മത്ത് ദിജാരി തഹ്ദിമുൽ ജിബാല, പർവ്വതങ്ങളെ ധൂളികളാക്കുന്ന മനക്കരുത്ത് കാന്തപുരത്തിന്റെ കൂടെ പറപ്പ. അതുകൊണ്ടല്ലേ ചേകനൂർ പ്രശ്നം കൊണ്ട് വന്നപ്പോ പലരും പറഞ്ഞു, ഇതോടുകൂടെ കാന്തപുരത്തിന്റെ കഴിഞ്ഞു. ഉറപ്പാ എന്താ കഴിഞ്ഞത് പറയാൻ കാരണം, അബ്ദുൽ നാസർ മദനെ കണ്ടില്ലേ കൊണ്ടുപോയത്? CBIയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ഈ ചെന്നൈയിലേക്ക് കാന്തപുരത്തിനെ കൊണ്ടുപോകും. എന്നിട്ടോ ചോദ്യം ചോദിക്കും, കാന്തപുരം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അബ്ദുൽ നാസർ മദനി അപ്പുറത്തും കാന്തപുരം ഇപ്പുറത്തും. പിന്നെ കേരളത്തിൽ 2 പേരെ ശല്യം ഉണ്ടാകൂല. പിന്നെ അങ്ങാടിക്ക് ഇറങ്ങി സുഖമായിട്ട് ഐസ്ക്രീം ഇങ്ങനെ നടക്കാനാ വിചാരിച്ചു ചില ആൾക്കാർ. അല്ല, ചിലര് കാൽച്ചായ കുടിച്ചിട്ട് നടക്കാന്നൊക്കെ ചില ആളുകൾ മനസ്സിലാക്കി. കാരണം കാന്തപുരം മദനി 2 ആളെ ശല്യം ഉണ്ടാകൂലല്ലോ. ഇത് കണക്കൂട്ടി നിന്നു. പക്ഷെ ഇവിടത്തെ ഇന്റലിജൻസിന് അറിയാം, ഇവിടത്തെ ഉദ്യോഗസ്ഥർക്കറിയാം, ഇവിടുത്തെ ഭരണകർത്താക്കൾക്കറിയാം, കാന്തപുരം കടലാസുമരിയല്ല, കാന്തപുരം റബ്ബർ സ്റ്റാമ്പ് നേതാവല്ല. പിന്നെയോ കരുത്തനായ പടനായകനാ കാന്തപുരം എന്നല്ല, സ്വന്തം ജീവന് തുല്യം കാന്തപുരത്തെ സ്നേഹിക്കുന്ന ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ 10,000-കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നറിയാൻ പോരാ. കാന്തപുരത്തിന്റെ രോമക്കുത്തിന് തുടരണമെങ്കിൽ ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ ലക്ഷക്കണക്കിന് സുന്നി മുസ്ലിംകളുടെ മയ്യത്തിനെ നെഞ്ചിലൂടെ ചവിട്ടിക്കയറി പോകേണ്ടി വരും. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കറിയാം. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചു, കാന്തപുരത്തിന് തൽക്കാലം കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെന്താ വേണ്ടത്? തൽക്കാലം കൊച്ചിയിൽ വെച്ച് ചോദ്യം ചെയ്യാം. പ്രസ്താവന വന്നു. ഇത് കേട്ടപ്പോ കുറെ ആളുകളോട് ഒഴുകി കൊച്ചിക്ക്. നമ്മളെ കുറച്ച് ആളുകൾ എത്തി. ഇവിടെ വേറെ ചില ടീമും എന്തിന് കാന്തപുരത്തിന് അറസ്റ്റ് ചെയ്യണമെന്ന് കാണണം. നമ്മളാ മറ്റേ മഹേന്ദ്ര സ്വാമിനെ കൊണ്ടുപോയില്ലേ, ആ സ്വാമിനെ കൊണ്ടുപോയതുപോലെ കാന്തപുരം അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകും, തിരിച്ചു വരുന്നത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആ അറസ്റ്റ് ചെയ്യുന്ന രൂപം ഒന്ന് കണ്ടിട്ടും മരിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ കുറെ കാക്കമാരൊക്കെ അവിടെ ചെന്നു. CBI ഇങ്ങനെ വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചോദ്യം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പരിസരത്ത് മുഴുവൻ ജനമാസമുദ്രം. 75% AP സ്ഥാന ശത്രുക്കളെ അറസ്റ്റ് ചെയ്യുന്ന കാണാൻ വന്നതാ. പക്ഷെ CBI മനസ്സിലാക്കിയതൊക്കെ കാന്തപുരത്തിന് അനുയായികളാ. അങ്ങനെ ചില ലക്കി നമുക്ക് ചിലപ്പോ കിട്ടാറുണ്ട്, ശിക്കാരി ശമ്പൂര മാതിരി. അത് സാധുക്കൊക്കെ അറിഞ്ഞൂടാ, പലപ്പോഴും അങ്ങനെ തന്നെ. ഇങ്ങനെ ചുരുക്കി പറയട്ടെ, ഈ രീതിയിൽ ആളുകൾ അങ്ങോട്ട് ഒരുമിച്ച് കൂടി. നമ്മുടെ മാധ്യമത്തിന്റെ ഫോട്ടോഗ്രാഫറും ചന്ദ്രികയുടെ ഫോട്ടോഗ്രാഫറും ഒക്കെ ലെൻസൊക്കെ തുടച്ച് വളരെ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ നിന്നു. എന്താ, അങ്ങോട്ടേക്ക് പോയ കാന്തപുരം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ കൈ ആമം വെച്ചുകൊണ്ടായിരിക്കും വരിക. അതൊന്നങ്ങ് ഫോട്ടോ എടുത്തിട്ട് നാളെ ഫ്രണ്ട് പേജിൽ അങ്ങ് കൊടുത്താൽ അൽഹംദുലില്ലാ ജീവിതം മുതലായി, പത്രം ഇറക്കിയത് മുതലായി. ഇത് ചിന്തിച്ചിട്ട് ആളുകൾ അങ്ങനെയുണ്ട്. അതായത് ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നല്ല പാല് കിട്ടുന്ന പശുവാണെങ്കിലും അവിടെ നിന്ന് പോയിട്ട് കൊതുക് സാരി വലിക്കൂല. മൂട്ടിൽ എവിടെയെങ്കിലും കുത്തിയിട്ട് ചോര കുടിച്ചതിന് മൂപ്പർക്കറായത്താവും. ഇങ്ങനെയുണ്ട് ചില പത്രങ്ങളും ചില ആളുകളൊക്കെ. അതാ നേരത്തെ വീട്ടിൽ ശിവാശിയോടെ പറഞ്ഞ പോലെ വലിയ ഒരു പ്രസ്ഥാനം ആ മർക്കസിലേക്ക് ഇങ്ങോട്ട് നിർബന്ധിച്ചത് കാരണം 10-250 പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്നിട്ട് എല്ലാ പത്രം, മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന മാതൃഭൂമി, മനോരമ, എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്തു. നമ്മന്റെ പത്രം, സമുദായത്തിന്റെ പത്രം കണ്ടതന്നല്ല.
പിന്നെ കാണുന്നത് എപ്പോഴാ നോക്കണം. കേരളത്തിനൊന്നായിട്ട് സുനാമി ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ മൊത്തത്തിൽ തകരാറിലാണ് എന്ന് കാശ്മീരിൽ വിവരം കിട്ടിയപ്പോ ഈ കുട്ടിയുടെ ഉമ്മമാരും മറ്റും ചിന്തിച്ചു, പടച്ചവനെ സുനാമിക്കാണോ ഞങ്ങൾ കുട്ടികളെ പറഞ്ഞയച്ചത്, അതുകൊണ്ട് ഉടനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞയച്ചു. അവരിവിടെ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ കുട്ടികളെ വിട്ടുതരാൻ പറ്റൂല, കാരണം ഇത് മുഖ്യമന്ത്രിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നിങ്ങൾ രക്ഷിതാക്കളാണ് തെളിയിക്കുന്ന ഐഡന്റിറ്റി കാർഡും അതുപോലെ തന്നെ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നാ പറഞ്ഞേച്ചരാം. ഇതിനു വേണ്ടി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഇവരും കുന്നങ്ങലത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചങ്ങാതിന്റെ പേര് സിബുഅത്തുള്ള, ആള് ഫസാദുള്ളയാണ്. പേരെങ്ങനെ വെച്ച് ഏതോ ആവട്ടെ, ഈ ചങ്ങാതിയൊക്കെ ചോദിച്ചാലും പിറ്റേ ദിവസം ചന്ദ്രികയിൽ ഒരു ഫോട്ടോ, എന്ത് കാശ്മീരി കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങുന്നു. പിന്നെ ഇവര് വിചാരിച്ച പിന്നെ പാതാളത്തേക്ക് മഹാബലി പോയ മാതിരി ഇവിടെ കാരക്കാരൻ കൂടുന്ന, അത് ഉറപ്പല്ല ചങ്ങാതിമാരെ വന്നാ പിന്നെ നാട്ടിൽ തിരിച്ചു എന്നുള്ള കാര്യം. ഇതിപ്പോ അത്ര വലിയ വിഷയാക്കാനുള്ളതാ. പക്ഷെ ഫോട്ടോ കണ്ടപ്പോ ഇവരന്തം വിട്ടു, ഞങ്ങൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തേ, ആ സംസാരിക്കുന്നതിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, ഇങ്ങനെ മൊബൈൽ ഫോണിലൂടെ തരികിടയിൽ ഫോട്ടോ എടുത്തതാ. എന്നിട്ട് ഈ ഫോട്ടോ ആണ് പിറ്റേ ദിവസം ചന്ദ്രിക കൊടുത്ത് സമുദായത്തിന്റെ പത്രം ചെയ്യുന്ന ഒരു സേവനം. നോക്കണം നിങ്ങൾ, ഇതേപോലെ നാട്ടിലേക്ക് പോകുമ്പോഴോ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്, അവിടെ ഓടിച്ചെന്നിട്ട് കുളിപ്പരയിൽ ചെന്നിട്ട് എടുക്കുന്ന പോലെ പതുക്കെ ചെന്നിട്ട് എടുത്തതാ ഈ ഫോട്ടോ എടുത്ത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മെച്ചം കിട്ടി. എന്തേ, നേരം വെളുത്താൽ ബുഖാരി മാത്രം വായിക്കുന്ന ചില ആൾക്കാരുണ്ട്, ചന്ദ്രിക മാത്രം വായിക്കുന്ന ചില കാക്കമാരിപ്പോഴും മലപ്പുറത്ത്. പക്ഷെ മലപ്പുറത്ത് ഇപ്പോഴൊക്കെ ഈ കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പച്ചപ്പുല്ല് മുളച്ചോടൊക്കെ ഇപ്പൊ വെറ്റിരുന്ന് തുപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതോ ആവട്ടെ, ഞാൻ അങ്ങനെ പറയല്ല. അതുകൊണ്ട് ആ പത്രം ഒന്നും വേണ്ട, ചുരുങ്ങിയതൊരു 4 പത്രം ദിവസം വായിച്ചോ ഉറപ്പ് ആളുകൾക്ക് മാറ്റം വരും. ഇത് പണ്ട് ആ സാക്ഷരതാ ക്ലാസ് കൊണ്ട് കുടുങ്ങിയത് വരപ്പ കാര്യമായിട്ട്. കാരണം ആദ്യം നിയന്ത്രിക അയക്കും, പിന്നെ സിറാജും, പിന്നെ മാധ്യമം, പിന്നെ മാതൃഭൂമിയും കമ്പയർ ചെയ്യാൻ. അപ്പൊ ഇത് മാത്രം, അത് പോട്ടെ എന്നാ മറ്റു മൂന്നും. ഇങ്ങനെ ജനങ്ങൾ നന്നാകുന്നത് ഇരിക്കട്ടെ. ഇതിലങ്ങ് നോക്കുമ്പോ കാരന്തൂർ മർക്കസ്, കാശ്മീരി കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങും. അപ്പൊ എപ്പോഴെപ്പോ കാരന്തൂരിൽ കാശ്മീരി കുട്ടികളൊക്കെ വന്ന് ഏപ്പിന്റെ കോളേജിൽ കാശ്മീരിൽ നിന്നൊക്കെ കുട്ടികളുണ്ട്. ഇതാരാണ് ഈ റിപ്പോർട്ട് വായിച്ചിട്ട് കാക്കമാര് മനസ്സിലാക്കിയാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് വലിയ രസമുണ്ട് കേട്ടോ കേട്ടോ. കുന്നമംഗലം കാരന്തൂർ മർക്കസിൽ വലിയ പ്രചാരണം നൽകി കൊണ്ടുവന്ന കാശ്മീരി വിദ്യാർത്ഥികളിൽ അധികവും സനാതർ തെറ്റിദ്ധരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചതെന്നും ഇവിടത്തെ അസൗകര്യങ്ങളും അപര്യാപ്തതകളും മൂലം ഞങ്ങൾ പലരും നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നും കാശ്മീരി കുട്ടികൾ പറയുന്നു. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഇപ്പൊ മുദരിസിനെ ഏൽപ്പിക്കുമ്പോ എല്ലാവർക്കും പറയും 15 കുട്ടികൾ വേണമെന്ന് പറയും. ഇല്ല, എന്റെ അടുത്ത് 13 ഉള്ളു പറയും. നല്ലതായിട്ട് വന്നോളൂ പറയും. വന്നപ്പോ 12 ഉണ്ടാവുള്ളൂ. പിറ്റത്തെ ആഴ്ച നാട്ടിൽ പോയി നോക്കുമ്പോ കുട്ടികൾ 10. ബല്യർന്നാൾ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും 8 കുട്ടികളായിക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഷാബാൻ പേരോട് ഒപ്പിക്കുക. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടാവണം. അതൊക്കെ എങ്ങനെ വാർത്തയാക്കാൻ തിരിയല? അവനെ കൊടുക്കേണ്ടിയല്ലോ കുറച്ച് വാർത്ത. ഞാൻ ചോദിക്കട്ടെ കുട്ടിയെ, നിങ്ങളെ പട്ടിക്കാട്ടിൽ നിന്ന് ആൾക്കാരെ ഇറങ്ങിപ്പോലല്ലേ? ഫുള്ള പോട്ടെ. ദർസിലേക്ക് ഓതാൻ തുടങ്ങുന്ന എല്ലാരും മൊയ്ലിയന്മാരാകലുണ്ടോ? തഹസീൽ വാങ്ങലുണ്ടോ? ഇടയ്ക്ക് വെച്ച് ഓത്ത് നിർത്തല്ലേ? അങ്ങനത്തെവർക്കാണല്ലോ നമ്മൾ ഈ ദർസീന്നൊക്കെ പറയും. ഈ പഠനം പൂർത്തിയാക്കാത്ത ആൾക്കാർക്കല്ല ഈ കൊടുക്ക ഡിഗ്രി നമ്മള്. എന്നിട്ട് ഇതൊക്കെ ഒരു വാർത്തയാക്കിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പത്രധർമ്മം. നോക്കിക്കോ, രസമുണ്ട്. ഇതിൽ എഴുതിയിട്ട് ഇങ്ങനെ പറയാ, കാശ്മീരിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ അനാഥരായവരെന്ന് വൻ പ്രചാരണം നൽകിയാണ് മർക്കസ് അധികാരികൾ 100ഓളം കുട്ടികളെ കൊണ്ടുവന്നത്. അപ്പോൾ നോക്കുങ്ങൾ, 100ഓളം കുട്ടികൾ കൊണ്ടുവന്നത് 250 കണ്ടിട്ടില്ല. ഇനി കേട്ടോളൂ, രസമുണ്ട്. ബാരമില്ല സ്വദേശി നസീർ അഹമ്മദ് ഉൾപ്പെടെ 6ഓളം രക്ഷിതാക്കളാണ് ഇപ്പോൾ മർക്കസിലെത്തിയത്. എത്ര 6ഓളത്തിന്റെ കണക്ക്? 100ഓളം എന്ന് പറഞ്ഞാൽ 80ന്റെ അപ്പുറത്തേക്കുള്ളവനൊക്കെ ഓളം കൂട്ടാം. 1000ഓളം എന്ന് പറഞ്ഞാൽ 800ന്റെ അപ്പുറത്തേക്കുള്ള കോളം കൂട്ടാം. ഈ 6ഓളം എന്ന് പറഞ്ഞാൽ എത്ര? 5 തിരിഞ്ഞ് 6ഉം തിരിഞ്ഞ് 6ഓളം എന്ന് പറഞ്ഞാൽ 5.5 5.25. മലയാളം ഇങ്ങനെ പഠിക്കണ്ടായി ഒരു പത്രത്തിൽ നിൽക്കുന്ന സമയത്ത്. അതൊക്കെ അറബി ഏതാനും നിങ്ങൾക്ക് തിരിയില്ല, കിതാബും തിരിയില്ല. ഒരു പത്രത്തിൽ ലേഖനം എഴുതുമ്പോ മലയാളത്തിന്റെ അതിന് മർക്കസിന്റെ സ്കൂളുണ്ട്, LP സ്കൂളിൽ 2ാം ക്ലാസ് വന്ന് ഇരിക്കുക ഒരാഴ്ച. എന്നാ വിഷയമൊക്കെ തീരും. 6ഓളം. അല്ല, പണ്ട് പേരെ നേതാവ് തന്നെയാണ് പ്രസംഗിച്ചതും. 1000 അല്ല 10000 അല്ല 900 ജനങ്ങൾ പറഞ്ഞേ. ആ നേതാവിന്റെ അനുയായികളാകുമ്പോ വളഞ്ഞ മോന്തായത്തിന് പിരിഞ്ഞ കൗക്കോല് എന്നൊക്കെ പറ്റിയ ആളൊന്ന് കൂട്ടിയാൽ മതി. ഏതോ ആവട്ടെ. എന്നിട്ട് എഴുതി 100ഓളം കുട്ടികളെ കൂട്ടത്തുനിന്ന് 6ഓളം കുട്ടികൾ പോയി. അൽഹംദുലില്ലാ, 100
നൂറെന്ന് അറിയിച്ച എത്ര? ബാക്കി 94 ഉണ്ടോ? പക്ഷേ ബാക്കി 94 മർക്കസിലുണ്ടോ? പക്ഷെ ഒരു മെച്ചം കിട്ടി. ഇങ്ങനെ വിഷയം കൂടെ വന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിക്ക് വിളിച്ചു. നമ്മൾ കാശ്മീരത്തെ മുഖ്യമന്ത്രിക്ക് വിളിച്ചു. ഇവിടെ നിങ്ങളെ കുട്ടികളെ കൊണ്ട് ഗുരുമാരായിക്കും, ഇതിങ്ങോട്ട് വരാ, ഇത് നാലങ്ങോട്ട് പോവുക, സ്ഥാപന ചീത്തപ്പേരായി. മൂപ്പര് പറഞ്ഞ അങ്ങനെ ഉണ്ടോ? എന്താ സമയത്ത് ഞാൻ തന്നെ വരാം. ഞാൻ തന്നെ വരാം. നമുക്ക് നിങ്ങൾ ഇങ്ങനെ നാല് പറച്ചിൽ പറയണം. അപ്പൊ അങ്ങനെ ഞാനോട് വരാറ്. അങ്ങനെയാണ് കാശ്മീരിന്റെ മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വരപ്പം. എന്നല്ല, ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരേ സമ്മേളനത്തിൽ 3 മുഖ്യമന്ത്രിമാർ. നോക്കി നിങ്ങൾ, ഉത്തരഭാഗത്തുനിന്ന് കാശ്മീർ മുഖ്യമന്ത്രി വരുമ്പം ദക്ഷിണ ഭാഗത്തുനിന്ന് കന്നഡ മുഖ്യമന്ത്രി വരിക. ഈ 2 മുഖ്യമന്ത്രിമാരും വരുമ്പോ അപ്പുറത്തോരും ഇപ്പുറത്തോരൊക്കെ ഈ സ്ഥലം കാലില്ല, ഞാൻ മോശമല്ലേ, എന്നാ പിന്നെ ഞാനും വരാം ഉമ്മൻചാണ്ടി. അകണ്ടങ്ങള് അങ്ങനെ 3 മുഖ്യമന്ത്രിമാർ. കുട്ടികളെ നിങ്ങള് ഞാൻ ഉർവശി ശാപം ഉപകാര, നിങ്ങളിങ്ങനെ കുറെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ വിഡിത്തങ്ങള്. ആ വിഡിത്തം ചെയ്യുമ്പോൾ നമ്മക്കത് ഹൈറായിട്ട് മാറാം. ഇപ്പൊ സമ്മേളനം മാറ്റി വെച്ചതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സമ്മേളനം നമ്മൾ നിശ്ചയിച്ചു നേരത്തെ ഇവർ പ്രഖ്യാപിച്ചു ഡിസംബറിൽ നടത്തും. അപ്പൊ ഇവർ പിന്നെ തീരുമാനിച്ചു എന്ത് പറയുന്നത്, മർക്കസിന്റെ അന്ന് തന്നെ നടത്താം. എന്തിനാണ്? അപ്പോഴല്ലേ മദ്രസ നമ്മുടേതാണെങ്കിലും ഉസ്താദുമാരെ എപി ഗ്രൂപ്പ് ആണല്ലോ, അതുകൊണ്ട് സമ്മേളനത്തിൽ പോകാതിരിക്കാൻ. പക്ഷെ പിന്നെ ഇവർക്ക് തോന്നി പണ്ട് കാദിസി ആവർത്തിക്കും. എന്ത് 2 ദിവസം നമ്മോട് കൂടെ നിൽക്കും. 3ാമത്തെ ദിവസം ഉച്ചയൂണും കഴിഞ്ഞാൽ ആ ബേഡ്ജ് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ട് KSRTC-യിൽ കയറി കാരന്തൂരിലെത്തും. ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്ന തിരുക്കാരം വന്ന് സമാപനം വേണ്ട, തലേ ദിവസം നിർത്താം. ഇപ്പൊ രക്ഷപ്പെട്ടോ? ഇല്ല. എന്ത് തലേ ദിവസം സമ്മേളനം ഉറക്കൊഴുക്കലായതുകൊണ്ട് 27ാമത്തെ ദിവസം ഇവർക്ക് മദ്രസ ലീവാക്കും. നമ്മളെ മൂല്യന്മാർക്ക് നേരത്തെ തന്നെ മർക്കസ് എത്താൻ ഇപ്പോഴാലോചിക്കുന്നുണ്ടാകുക. ആലോചിക്കുന്നത് ഇതെല്ലാം എന്നല്ല, സമ്മേളന ഡേറ്റ് മാറ്റി വെക്കുമ്പോൾ അതിലും വലിയ രസം. ഇപ്പൊ സ്ഥലത്ത് ഇങ്ങനെ ഇപ്പൊ കാരക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ പോസ്റ്റ് നോക്കുമ്പോ ചില സ്ഥലത്ത് കാണും സിൽവർ ജൂബിലി, ചിലപ്പോ കാണും ഗോൾഡൻ ജൂബിലി, ചില കാണും സുവർണ സമ്മേളനം, ചില ആൾക്കാർ ഇതിന് കുറ്റിപ്പുറം സുന്നി മഹാസമ്മേളനം. പെണ്ണോടത്താണ് പെട്ടോട്ടെ വിചാരിച്ചു. അത് വാപ്പ കുട്ടിക്ക് പേരിട്ട മാതിരി അബു എന്നാണ് പേരിട്ടില്ലേ, അവന്റെ അങ്ങനെ ഇട്ടെന്ന് വെച്ച് നിങ്ങളാ പറയും പോലെയല്ല. ഈ കുട്ടി ഭാവിയിൽ എങ്ങനെയാ നോക്കട്ടെ. നന്നാകുകയാണെങ്കിൽ ബക്കർ കൂട്ടുകൊടുത്ത് അബൂബക്കറാക്കും, ചീത്തയായാലോ ജഹൽ കൂട്ടുകൊടുത്ത് അബൂജഹലാക്കും. 2 പറ്റ കോലത്തിൽ ഇങ്ങനെ സുന്നി മഹാസമ്മേളനം. എന്നിട്ട് ഡേറ്റ് എഴുതുമ്പോണ്ട് ചില സ്ഥലത്ത് 25, 26, 27, ചില സ്ഥലത്ത് 24, 25, 26, ചില സ്ഥലത്ത് 24, 25 അപ്പുറപ്പുറം ഒഴിവാക്കി വയസ്സന്മാരെ തൊള്ളിക്ക് നോക്കിയ മാതിരി. ചിലത് മുൻപല്ല് ഉണ്ടാവില്ല, ചിലക്ക് കോട്ടുപല്ല് ഉണ്ടാവില്ല, ചിലക്ക് അണപ്പല്ല് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ ഇവർക്ക് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ അർഹതയില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാ സിൽവർ ജൂബിലി ആഘോഷിച്ചു. ഞാൻ വെറുതെ പറയല്ല. നോട്ടീസ് ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് ഇതേതാ? SYS സിൽവർ ജൂബിലി പ്രചരണ സമ്മേളനവും അവാർഡ് ദാനവും ഓമാനൂർ ശാഖ SKSSF ആഭിമുഖ്യത്തിൽ 1-12-4 ബുധനാഴ്ച 6:30 അബ്ദുസമദ് പൂക്കോട്ടൂര് പ്രസംഗിക്കുന്നു. സിൽവർ ജൂബിലി. അപ്പൊ ഈ തെങ്ങൾക്ക് സത്യത്തിൽ സിൽവർ ജൂബിലി എന്താ ഗോൾഡൻ ജൂബിലി എന്താ അറിയാം?